സാർ, അടിയന്തര ചികിത്സ ആവശ്യമുള്ള ഒരു മെഡിക്കൽ കോളേജിനെ കുറിച്ചാണ് സാർ എന്റെ സബ്മിഷൻ. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ പിന്നോക്ക വികസന വകുപ്പിന്റെ കീഴിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി 70% സംഭരണത്തോടുകൂടി പണിത ഇന്ത്യയിലെ ഒരേ ഒരു മെഡിക്കൽ കോളേജാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. അതിൽ ഇന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് ആളുകളെ റെഫർ ചെയ്യുന്ന ഒരേ ഒരു മെഡിക്കൽ കോളേജായി ആ മെഡിക്കൽ കോളേജ് മാറിയിരിക്കുകയാണ്. രണ്ട് മുഖ്യമന്ത്രിമാര് പാലക്കാട് ജില്ലയിൽ നിന്ന് പല കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സാറിന്റെയും AP അനിൽകുമാർ സാറിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ശ്രമഫലമായി 2012 ഈ മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. ഇനി അതിന്റെ ഒരു വേഗതയെക്കുറിച്ച്, ആ കാലത്തെ വേഗതയെക്കുറിച്ച് പറഞ്ഞാൽ 12 ഇത് പ്രഖ്യാപിച്ച് വെറും 3 കൊല്ലം കൊണ്ട് സ്ഥലം ഏറ്റെടുക്കലും അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണവും ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന്റെ അനുമതിയോടുകൂടി 3-ാം കൊല്ലം 100 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഫസ്റ്റ് ബാച്ചും അവിടെ വന്നു. 2018 ഇത് പൂർണ്ണമായും സജ്ജമാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി 559 കോടി രൂപ തുടർ നടപടിക്ക് DPR അനുമതിയും നൽകി ഇവിടെ വെച്ച് ഭരണം മാറി. സാർ, ഇനിയുള്ള 10 കൊല്ലത്തെ കെടുകാര്യസ്ഥത പറയാൻ എന്റെ വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ. ഹോസ്പിറ്റൽ ബ്ലോക്കിന്റെ പൂർത്തീകരണം 7 വർഷവും 9 മാസമായിട്ട് പൂർത്തിയായിട്ടില്ല. അഡീഷണൽ വർക്ക് തീർന്നിട്ടില്ല. ബോയിലർ മെയിൻ ഫോൾഡിംഗ് ബിൽഡിംഗ് തീർന്നിട്ടില്ല. മോർച്ചറി ബിൽഡിംഗ് തീർന്നിട്ടില്ല. സീവേജ് ആൻഡ് ഡ്രെയിനേജ് തീർന്നിട്ടില്ല. ഇലക്ട്രോണിക്സ് വർക്ക് തീർന്നിട്ടില്ല. ഇലക്ട്രിക്കൽ തീർന്നിട്ടില്ല. ഇന്റേണൽ റോഡിന്റെ പണി തീർന്നിട്ടില്ല. ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം തീർന്നിട്ടില്ല. STP തീർന്നിട്ടില്ല. മോഡുലാർ ലാബ് ഇൻസ്റ്റലേഷൻ, പവർ ലോണ്ടറി, ഇതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. ഹോസ്റ്റലിന്റെയും വിദ്യാർത്ഥികളുടെയും കാര്യം വലിയ പ്രശ്നമാണ്. കാഷ്വാലിറ്റി സൗകര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി പരിചയം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ പാടാണ്. ഇത്തരത്തിൽ പൂർണ്ണമായും അനാസ്ഥ കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് വളരെ ദുരവസ്ഥയിൽ നിൽക്കുന്നതാണ് പാലക്കാട് എത്തുമ്പോൾ നമ്മൾ കാണുന്നത്. സാർ, ഇത് നമ്മുടെ ഈ ഒരു ഭരണകാലത്ത് ഈ മെഡിക്കൽ കോളേജിനെ നമ്മൾ എന്ത് ദീർഘവീക്ഷണത്തോടു കൂടിയാണോ ഇത് അവിടെ എത്തിച്ചത്, അതിന്റെ പൂർണ്ണമായി സജ്ജമായ രീതിയിൽ പൂർത്തീകരിച്ചു തരണം എന്നാവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു സബ്മിഷൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് ദയവ് ചെയ്ത് നടപടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് പിഷാരടി ഉന്നയിച്ച വിഷയം വളരെ ഗൗരവമുള്ളതും ഏറ്റവും അടിയന്തരമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയമാണ്. കേരളം കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ കാലയളവിലാണ് 26/5/2012 ഇറങ്ങിയ ഉത്തരവ് പ്രകാരം 1/9/2014 ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. 70% പട്ടികജാതി വിഭാഗങ്ങൾക്കും 2% പട്ടികവർഗം വിഭാഗങ്ങൾക്കും 13% പൊതു മെറിറ്റിലും 15% ഓൾ ഇന്ത്യ കോട്ടയിലുമാണ് ഇത് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അധ്യാപക അനധ്യാപക നിയമനത്തിലാണെങ്കിലും SC/ST വിഭാഗങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളതായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചത്. 2024-25 അധ്യയന വർഷത്തിൽ ഫാർമക്കോളജി, പത്തോളജി, മൈക്രോബയോളജി, കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ PG ക്ലാസുകളും ആരംഭിച്ചിട്ടുണ്ട്. 12 സീറ്റുകളിലും വിദ്യാർത്ഥികൾ നിലവിലുണ്ട്. പാലക്കാട് ജില്ല പട്ടികവർഗ ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള ഒരു ജില്ലയാണ്. നിലവിൽ ഈ മെഡിക്കൽ കോളേജ് അവിടെ ഉണ്ടെങ്കിലും കൂടുതലും ഈ ജില്ലയിൽ നിന്നുള്ള രോഗികൾ ആശ്രയിക്കുന്നത് തൃശൂർ, കോഴിക്കോട്, കോയമ്പത്തൂർ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളെയാണ് ആശ്രയിക്കേണ്ട സാഹചര്യം വരുന്നത്. കാരണം OP ചികിത്സയ്ക്ക് നിരവധി രോഗികൾ എത്തുന്നുണ്ടെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെയധികം രോഗികൾക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അക്കാദമിക് ബ്ലോക്കിന്റെയും ഹോസ്റ്റലുകളുടെയും മെയിൻ ബ്ലോക്കിന്റെയും പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 2024 വലിയ പ്രഖ്യാപനം നടത്തി കിടത്തി ചികിത്സ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും 2018 പൂർണ്ണ സജ്ജമാകേണ്ടിയിരുന്ന മെഡിക്കൽ കോളേജ് ഇപ്പോഴും വലിയ തോതിൽ അതിന്റെ പല പ്രവൃത്തികൾക്കും അനുമതി നൽകുന്നതുമായിട്ട് കാലതാമസം മുൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നം നേരിടുകയാണ്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മന്ത്രിയുടെയും ഡയറക്ടറുടെയും ഒക്കെ സാന്നിധ്യത്തിൽ അവിടെ വളരെ വിശദമായിട്ടുള്ള ഒരു അവലോകന യോഗം കൂടുകയും അതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടിസ്ഥാന പ്രവൃത്തികളുടെ കാര്യക്ഷമമായിട്ടുള്ള നിർവഹണമില്ലായ്മയും അതുപോലെ തന്നെ ഫാക്കൽറ്റികളുടെ കുറവും പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ കുറവും അതുപോലെ തന്നെ അധ്യാപകരുടെ ശമ്പളവും ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ അവിടെ നിലവിലുണ്ട്. മാത്രമല്ല NMCയുടെ അംഗീകാരം ലഭിക്കണമെങ്കിൽ 200 ഫാക്കൽറ്റി തസ്തിക ഉറപ്പുവരുത്തേണ്ടതുണ്ട്. നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ആയിട്ടുകൂടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ട്രോമ കെയർ യൂണിറ്റ് അവിടെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളും ഇപ്പോൾ മെഡിക്കൽ കോളേജ് നേരിടുകയാണ്. അടിയന്തര പ്രവൃത്തികൾക്കായി മെഡിക്കൽ കോളേജിന് ഏകദേശം 97.39 കോടി രൂപ അത്യാവശ്യമായി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാഫിന്റെ വേതനത്തിനും ആവശ്യമായിട്ടുള്ള പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിനും വേണ്ടി 38 കോടി രൂപയും ആവശ്യമാണ്. ഈ ബഡ്ജറ്റിൽ 20 കോടി രൂപ
വകയിരുത്തിയിട്ടുണ്ട്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിന് ഒരു പണത്തിന്റെ കുറവ് കൊണ്ട് അതിലൊരു പ്രശ്നവും വരില്ല എന്നുള്ളത് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളവിടെ ചെന്ന സമയത്ത് നാദനില്ല കളരി പോലെ കിടക്കുന്ന ഒരു മെഡിക്കൽ കോളേജിനെയാണ് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഏറ്റവും ആ മീറ്റിംഗിൽ തന്നെ ഒറ്റപ്പാലം RDO കൺവീനറായി സ്ഥലം MP-യെയും സ്ഥലം MLA-യെയും അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടറെയും SC വകുപ്പ് ഡയറക്ടർ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഡയറക്ടർ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി അവിടെ രൂപീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ 9 വർഷക്കാലമായി കഴിഞ്ഞ 2 ടേമുകളായിട്ട് ഇരുന്ന LDF സർക്കാർ ആ മെഡിക്കൽ കോളേജിന്റെ ഒരു പ്രവർത്തനത്തിലും ഒരു മീറ്റിംഗിന് പോലും സ്ഥലം MP-യെയോ MLA-യോ വിളിച്ചിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു. അത് കടുത്ത അനീതിയാണ്. മാത്രമല്ല നമ്മളൊരു പ്രവർത്തനം നടത്തുമ്പോൾ ഇത്രയും വലിയൊരു പ്രൊജക്റ്റായിട്ട് കൂടി അതിന്റെ പ്രവർത്തനങ്ങൾ സ്ഥലം MLA-ക്കും MP-ക്കും ഒക്കെ ഒരു തരത്തിലുള്ള അവരുടെ അഭിപ്രായം പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കമ്മിറ്റി രൂപീകരിച്ചത്. 10 ദിവസം കൂടുമ്പോൾ ആ കമ്മിറ്റി ഇപ്പോൾ കൃത്യമായിട്ട് അവലോകനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല നമുക്കിനി മെഡിക്കൽ കോളേജ് ഏറ്റവും പൂർണ്ണ സജ്ജമാകണമെങ്കിൽ ഏകദേശം 550ഓളം കോടി രൂപ ആവശ്യമായിട്ട് വരുന്നുണ്ട്. വലിയ ബൃഹത്തായിട്ടുള്ള ഒരു കർമ്മ പദ്ധതിയാണ് ഈ മെഡിക്കൽ കോളേജിനെ ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണ സജ്ജമാക്കുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യം വരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലയളവിൽ സിസ്റ്റം തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ കൈമലർത്തുന്ന മന്ത്രിമാരല്ല ഈ UDF സർക്കാരിന്റെ കാലത്ത് എന്നുള്ളത് വളരെ ആത്മാർത്ഥതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് നമ്മുടെ സിസ്റ്റം തകരാറാണ്, അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ രോഗം തീർച്ചയായിട്ടും വകുപ്പ് സർക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് അടിയന്തരമായിട്ട് ചികിത്സ കൊടുക്കും എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗത്തിന് ഈ മറുപടി തൃപ്തികരമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.